നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഹൈദരാബാദിൽ അഭിഭാഷകനെ പോലീസ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധിച്ച് പുനലൂരിലും അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. ബഹിഷ്കരണം ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം. നിയമസഭയിൽ വനിതാ MLA-മാർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം വ്യാപകം. പുനലൂരിൽ ഇടതു വനിതാ സംഘടനാ പ്രവർത്തകരുടെ പ്രകടനം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് ഇടത്തറ സ്വദേശിനിയുടെ വലതുകൈ അറ്റു. അപകടം പത്തനാപുരത്ത്. ആര്യങ്കാവ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണിയുടെ രാപ്പകൽ സമരം 24-25 തീയതികളിൽ. സമരത്തിന് മുന്നോടിയായി നടന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ഹൈദരാബാദിൽ അഭിഭാഷകനെ പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു അഭിഭാഷകരുടെ കോടതി ബഹിഷ്കരണം. കഴിഞ്ഞ 13-നാണ് ഹൈദരാബാദ് കോടതിയിൽ പ്രതിയുമായി ഹാജരായ അഭിഭാഷകന് യൂണിഫോമിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെച്ചു കൊന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ ഒട്ടാകെ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. ഇതിന്റെ ഭാഗമായി പുനലൂർ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഇന്ന് അഖിലേന്ത്യ വ്യാപകമായി അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അതിപ്പോൾ അലഹബാദിലായാലും പുനലൂരിലായാലും പോലീസിലെ ഒരു വിഭാഗം ആളുകൾക്ക് അഭിഭാഷകരോടുള്ള മനോഭാവം വളരെ മോശമാണ്. കക്ഷികൾക്ക് വേണ്ടി കറുത്ത കോട്ടണിഞ്ഞ് നീതിക്ക് വേണ്ടി പോരാടുന്ന, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന, സത്യവും ധർമ്മവും ജയിക്കുന്നതിന് വേണ്ടി കോടതികളിൽ തന്റെ ജോലി വളരെ സ്തുത്യർഹമായി ആത്മാർത്ഥമായി ചെയ്യുന്ന അഭിഭാഷകരെ വളരെ പുച്ഛത്തോടെയും വളരെ മോശമായ രീതിയിലും കാണുന്ന കുറച്ചധികം പോലീസുകാർ ഈ പോലീസ് വൃന്ദത്തിലുണ്ട് എന്നുള്ള സത്യം നമ്മൾ വിസ്മരിക്കുന്നില്ല. ബാർ അസോസിയേഷൻ സെക്രട്ടറി കാസ്ലസ് ജൂനിയർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിളക്കുടി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. അഭിഭാഷകരായ അഞ്ചൽ സോമൻ, സുധാകരൻ, ചന്ദ്രൻ ആചാരി, പ്രദീപ് ചന്ദ്രൻ, രഘുനാഥൻ പിള്ള, വൈ ജോയിക്കുട്ടി, രശ്മി, എ ബാഹുലയൻ, അനീഷ്, സലീം രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നിയമസഭയിൽ വനിതാ MLA-മാർക്ക് നേരെ ഭരണകക്ഷി MLA-മാർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ വനിതകൾ പ്രകടനം നടത്തി. ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം. CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി വിജയമ്മ ലാലി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നിയമസഭയിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള കേരളത്തിന്റെ നിയമസഭയിൽ കേരള ചരിത്രത്തിൽ ഇന്നുവരെ നടക്കാത്ത തരത്തിലുള്ള അതിഹീനമായ, അതിനീചമായ, വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള തരത്തിൽ സ്ത്രീകളുടെ നേരെ പോലും അതിക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ ധനകാര്യമന്ത്രി നിയമസഭയിലേക്ക് വളരെ നാടകീയമായി കടന്നുവന്നതും, ഇത്രയും ലജ്ജാകരമായ ഒരു നിയമസഭാ സമ്മേളനം നമുക്കറിയാം. ഒരു 13-ാം തീയതിയാണ് അത് നടക്കുന്നത്. കേരള നിയമസഭയിൽ 13-ാമതാണ് മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 13 കൊച്ചുമക്കളുണ്ടെന്നാണ് മാണി അവകാശപ്പെടുന്നത്. പക്ഷേ 13 എന്ന് പറയുന്ന തീയതി മാണിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരു ദുഃഖകരമായ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു. നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് അധ്യക്ഷയായി. NSYW മണ്ഡലം നേതാവ് ശ്രീദേവി പ്രകാശ് സ്വാഗതം പറഞ്ഞു. ഇടതുപക്ഷ വനിതാ സംഘടനാ നേതാക്കളായ വസന്ത രഞ്ജൻ, നിമ്മി എബ്രഹാം, പ്രമീള കുമാരി, ഷൈല, താഹിറ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, പുനലൂർ. കാർഷിക മേഖലയിലെ ജലദൗർലഭ്യം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം തൊഴിലുറപ്പ് തൊഴിലാളികൾ. ചിത്ര ഗ്രാമപഞ്ചായത്തിലെ തൊഴിലാളികളാണ് തോടുകൾ ശുചീകരിച്ച് ബണ്ടുകൾ സ്ഥാപിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായത് പലയിടങ്ങളിലും കാർഷിക മേഖലയെയും കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലഭ്യമായ ജലം തോടുകളിൽ ബണ്ടുകെട്ടി തടഞ്ഞു നിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ചിതറയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുതയിൽ വാർഡിലെ തട്ടുപാലം, പെരുവണ്ണാമൂല, തച്ചൂർ ഏല തോടുകളുമാണ് ആദ്യം ശുചീകരിച്ചത്. നേരത്തെയും ഈ തോടുകൾ ശുചീകരിച്ചിരുന്നുവെങ്കിലും ബണ്ടുകൾ കെട്ടി വെള്ളം ശേഖരിച്ചു നിർത്തുന്നത് ഇത് ആദ്യമായാണ്.
സമീപ പ്രദേശങ്ങളിലെ കാർഷിക മേഖലയിൽ ജലദൗർലഭ്യം രൂക്ഷമായതോടെയാണ് ഇത്തരം ബണ്ടുകൾ സ്ഥാപിക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരായത്. മാലിന്യങ്ങൾ തോടുകളിൽ തള്ളുന്നതുമൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും ജലം മലിനമാകുകയും ചെയ്തിരുന്നു. ഏറെ ബുദ്ധിമുട്ടിയാണ് തോട് ശുചീകരിച്ച് ബണ്ടുകൾ സ്ഥാപിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇഴജന്തുക്കളെ കണ്ടതോടെ പ്രദേശത്തെ പുരുഷന്മാരുടെ കൂടി സഹായത്തോടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. കഴിഞ്ഞ വർഷം വരെയും തോട് വൃത്തിയാക്കുക എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ല, തോട് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ബണ്ട് നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തി ഇവിടുത്തെ ജലക്ഷാമം പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഇവിടെ ഉണ്ടാകുന്ന ജലം ഇവിടെ തന്നെ തങ്ങി വയ്ക്കുകയും ഇവിടെ അത് ജലക്ഷാമം പരിഹരിക്കാൻ ഒരു പരിധിവരെ ഇവിടെ കുളിക്കാനും അതുപോലെ മിക്ക കാര്യങ്ങൾക്ക് കുടിക്കാൻ ഉള്ളതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ലൈവ് വാർത്ത കടയ്ക്കൽ. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് വൃദ്ധയുടെ വലതുകൈ അറ്റു. ഇടത്തറ സ്വദേശിനിയായ ഏലിയമ്മ ജോണിന്റെ വലതുകരമാണ് നഷ്ടമായത്. പത്തനാപുരം ടൗണിൽ പുനലൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുടെ സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വൃദ്ധയെ തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലേക്ക് തീർത്ഥാടകരുമായി വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിരത്തുവീണ വൃദ്ധ നിരങ്ങി മാറിയെങ്കിലും വലതു കൈയിലൂടെ ബസിന്റെ ചക്രം കയറിയിറങ്ങുകയായിരുന്നു. അപകടത്തിന് സാക്ഷിയായവർ ഓടിക്കൂടി വൃദ്ധയെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. പത്തനാപുരം പോലീസ് കേസെടുത്തു. ലൈവ് വാർത്ത പത്തനാപുരം. അടച്ചുറപ്പുള്ള വീട്ടിൽ ഒരു രാത്രിയെങ്കിലും ഭയമില്ലാതെ ഉറങ്ങാൻ കൊതിക്കുകയാണ് വെഞ്ചേമ്പ് സ്വദേശിനിയായ ഹസീന ബീവി. വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഹസീന കയറിയിറങ്ങാത്ത ഓഫീസുകളും കുറവ്. അന്തിയുറങ്ങാൻ ഇടമില്ലാതെ പ്രായപൂർത്തിയായ മകളുമായി ബുദ്ധിമുട്ടുകയാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വെഞ്ചേമ്പ് വാർഡിൽ ബ്ലാത്തൂർ നിരപ്പിൽ വീട്ടിൽ ഹസീന ബീവി. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട കശുവണ്ടി തൊഴിലാളിയായ ഹസീന ബീവിക്ക് +2 പഠിക്കുന്ന ഒരു മകളുണ്ട്. വീട് എന്ന സ്വപ്നവുമായി ഗ്രാമപഞ്ചായത്തിന്റെ വരാന്തകൾ തോറും ഹസീന ബീവി കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് 3 വർഷമാകുന്നു. 3 സെന്റ് വസ്തുവുണ്ടെങ്കിൽ വീട് വയ്ക്കാൻ പഞ്ചായത്തിൽ നിന്നും ധനസഹായം ലഭിക്കുമെന്ന ഉറപ്പിന്മേൽ അമ്മയുടെയും മകളുടെയും കഴുത്തിലും കാതിലുമുണ്ടായിരുന്ന സ്വർണം മുഴുവൻ വിറ്റ് 3 സെന്റ് സ്ഥലം വാങ്ങി. സ്ഥലത്തിന്റെ ആധാരവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോൾ റേഷൻ കാർഡും ആധാർ കാർഡും ഇല്ലാത്തത് വീണ്ടും വിനയായി. പിന്നെ അതിനുള്ള നെട്ടോട്ടമായി. എല്ലാം സംഘടിപ്പിച്ച് വാർഡ് മെമ്പറുടെ അടുത്തെത്തിയപ്പോൾ ലിസ്റ്റിൽ പേര് വരട്ടെ, വീട് നൽകാം എന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ലിസ്റ്റിൽ പേരുണ്ട്, പക്ഷേ വീട് മാത്രം കിട്ടിയില്ലെന്നാണ് ഹസീന ബീവിയുടെ പരാതി. 3 വർഷം കൊണ്ട് സ്ഥലം വാങ്ങിച്ച് റേഷൻ കാർഡ് ഒപ്പിച്ച് വസ്തു ഞാനും എൻ്റെ മോളും തന്നെ ഉള്ളു. വീട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മെമ്പർമാരുടെ അടുത്ത് പോയി. അപ്പോൾ അവർ പറഞ്ഞു വീട് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് അന്വേഷിച്ചപ്പോഴും അവിടെ ലിസ്റ്റിൽ പേരുണ്ട്. എന്താ കാരണം എന്നറിയാൻ വയ്യ. ത്രിതല പഞ്ചായത്തുകൾ വഴി ഭവനരഹിതർക്കായി കോടികൾ ചിലവാക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ഭവന പദ്ധതിക്കും കോടികൾ, വിവിധ ഇനം ഭവന പദ്ധതികൾ. പക്ഷേ വീടില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ തെരുവോരങ്ങളിലും ബന്ധുവീടുകളിലും അഭയം പ്രാപിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി പെരുകുന്നു. ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികൾ ഇവരെ കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യത്യസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, കോടികളുടെ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ യഥാവിധി ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നതിൽ ഒരു വലിയ താമസം നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ അത് പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള വീടുകൾ. 2, 3, 4 വർഷം നിയമത്തിൻ്റെയും നൂലാമാലകളുടെയും അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെയും ഒക്കെ നൂലാമാലകളിൽ പെട്ട് ഉഴലുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ ഇരയാണ് ഇത്തരത്തിലുള്ള ചില വീട്ടമ്മമാർ. ഇന്ദിര ആവാസ് യോജന, അതിലെ 26,000-ഓളം വീടുകളാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒരു വീടായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അതിന് മുമ്പത്തെ സർക്കാർ കൊണ്ടുവന്ന EMS ഭവന പദ്ധതി എത്രയോ ലക്ഷം ആളുകൾക്ക് ഭവനങ്ങൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന് സമ്പൂർണ്ണമായിട്ടും കേരളത്തിൽ എല്ലാവർക്കും ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ഇനിയും ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ തലചായ്ക്കാൻ ഒരിടമില്ലാതെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഈ ഫണ്ടുകൾ എവിടെ പോകുന്നു? ഇതിൽ കുറ്റകരമായ അനാസ്ഥ ആരാണ് കാട്ടുന്നത്? ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെയാണ് സത്യത്തിൽ ഇതിന് സമാധാനം പറയേണ്ടത്. പ്രായപൂർത്തിയായ പെൺമക്കളുമായി അന്തിയുറങ്ങാൻ ഇടമില്ലാതെ നെഞ്ചിൽ തീയുമായി രാത്രികളെ തള്ളി നീക്കുന്ന നിരവധി അമ്മമാരിൽ ഒന്നാണിത്. ഈ അമ്മയുടെ നെഞ്ചിലെ തീയണയ്ക്കാൻ ഇന്ന് ആശ്രയം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ്. കൂടുതലൊന്നും വേണ്ട, നിയമക്കുരുക്കുകളൊന്നുമില്ലെങ്കിൽ ഒരു കുഞ്ഞു വീട്, അത് മാത്രം മതി. ഒരു നല്ലൊരു വീട് വെച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനും എൻ്റെ മോക്കും കൂടെ താമസിക്കാൻ പഞ്ചായത്തിൽ നിന്ന് അത് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ലൈവ് വാർത്ത പുനലൂർ. ആര്യങ്കാവ് പഞ്ചായത്തിലെ UDF ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണി നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ മുന്നോടിയായി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. CPM പുല്ലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ജാഥ ഉദ്ഘാടനം ചെയ്തു.
ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണസമിതിയുടെ അഴിമതിക്കും അധികാര ദുർവിനിയോഗത്തിനുമെതിരെയാണ് LDFന്റെ നേതൃത്വത്തിൽ 24-25 തീയതികളിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി വാഹന പ്രചരണ ജാഥ കഴുതുരുട്ടിയിൽ CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 2 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രക്ഷോഭം ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ സമര ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ടതായി വരുന്ന ഒരു വലിയ സമരം ഈ പഞ്ചായത്തിനെതിരായി നടത്തേണ്ട സാഹചര്യം എന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി ചർച്ച ചെയ്യുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ജാഥയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓരോ പഞ്ചായത്തും ഓരോ പ്രത്യേക പദ്ധതികൾ എടുത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കാൻ തീവ്രമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എവിടെയാണ് എത്ര പേർക്ക് നിങ്ങൾ ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് തല ചായ്ക്കാൻ ഒരു കൂര ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയണം. അതാണ് മത്തായി സാഹിബ് പറഞ്ഞത്. ആകെ നാമം മാത്രമായി വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെയൊക്കെ ഉള്ള സ്കീമുകളിൽ ഈ പഞ്ചായത്ത് ഒരു ബെനിഫിഷ്യറി ലിസ്റ്റ് ഉണ്ടാക്കി ആളുകൾക്ക് വളരെ കുറച്ച് ആളുകൾക്ക് വീട് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മെമ്പർമാരുടെയും ഭരണകർത്താക്കളുടെയും പാർശ്വവർത്തികൾക്കും ബന്ധുക്കൾക്കുമാണ്. പാവപ്പെട്ടവർ ഉണ്ടോ? അച്ചൻകോവിലിൽ ഞങ്ങൾ പറയുക, ഞങ്ങളുടെ പാർട്ടി തന്നെ മുൻകൈയെടുത്ത് ഏറ്റവും പാവപ്പെട്ട തെരുവിൽ അന്തി ഉറങ്ങിയ 2 പേർക്ക് ഞങ്ങൾ 2 വീട് വെച്ചു. ജാഥ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി നെടുമ്പാറയിൽ സമാപിച്ചു. സമാപന യോഗം CPI മണ്ഡലം സെക്രട്ടറി C അജയപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. CPI നേതാവ് H അബ്ദുൽ ഖാദർ, CPIM നേതാവ് R പ്രദീപ് എന്നിവരായിരുന്നു ജാഥ ക്യാപ്റ്റന്മാർ. ഇടതു നേതാക്കളായ PT മത്തായി, C ചന്ദ്രൻ, VS സോമരാജൻ, അഡ്വക്കേറ്റ് PB അനിൽമോൻ, പ്രസാദ് P നായർ, അച്ചൻകോവിൽ ബേബി എന്നിവരായിരുന്നു ജാഥ അംഗങ്ങൾ. 24-ന് പഞ്ചായത്ത് പടിക്കൽ ആരംഭിക്കുന്ന രാപ്പകൽ സമരം CPI സംസ്ഥാന കൌൺസിൽ അംഗം P പ്രസാദും സമാപന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹനും ഉദ്ഘാടനം ചെയ്യും. ലൈവ് വാർത്ത ആര്യങ്കാവ്. മുസ്ലിം ലീഗ് കുണ്ടയം മേഖലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി M അൻസാറുദ്ദീൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനാധിപത്യത്തോട് യോജിക്കാൻ CPMന് ഇപ്പോഴും കഴിയുന്നില്ലെന്നും കേരള നിയമസഭയിൽ LDF അംഗങ്ങൾ നടത്തിയ പ്രകടനം പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്നും M അൻസാറുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ ജനാധിപത്യത്തെ തകർത്തെറിഞ്ഞ കേരളത്തെ ഇടതുപക്ഷം കാണിച്ചിട്ടുള്ള കാര്യങ്ങളുടെ പേക്കൂത്തുകളാണ് കേരളത്തിലെ നിയമസഭയിൽ നാം കണ്ടത്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയേക്കാളും പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ്. അവരുടെ ആശയപരമായി തന്നെ അവരെയും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഏകാധിപത്യ പ്രവണതകളും കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടായുസവും കേരളത്തിന്റെ നിയമസഭയുടെ അടിത്തളങ്ങളിൽ കൂടി നടത്തുന്നു. മുൻ സംസ്ഥാന കൌൺസിൽ അംഗം ഖാൻ ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ നേതാക്കളായ പുന്നല ഇബ്രാഹിംകുട്ടി, പച്ചില ഷംസുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ നജീബ്, ജില്ലാ കൌൺസിൽ അംഗം U സയ്യിദ് അലി, മുബാറക് അലി, നഹാസ്, റഷീദ് ജമാൾ, അബ്ബാസ് ഇടത്തറ, ഹബീബ് എന്നിവർ സംസാരിച്ചു. കുണ്ടയം മൂലക്കടയിൽ മുസ്ലിം ലീഗിന്റെ പതാകയും ഉയർത്തി. മുസ്ലിം ലീഗ് പത്തനാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുണ്ടയം മേഖലയിൽ ഓഫീസ് തുറന്നത്. അനസ്, നഹാസ്, ഹബീബ്. ലൈവ് വാർത്ത പത്തനാപുരം. CITU പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് രൂപം നൽകി. പ്രഥമ കൺവീനറായി AR കുഞ്ഞുമോനെ തെരഞ്ഞെടുത്തു. ഞായറാഴ്ച പുനലൂർ സ്വയംവര ഹാളിൽ ചേർന്ന പ്രഥമ മുനിസിപ്പൽ കൺവെൻഷനിൽ R ഗുരുദാസ് അധ്യക്ഷത വഹിച്ചു. ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. CPM പുനലൂർ ഏരിയ സെക്രട്ടറി MA രാജഗോപാൽ പ്രസംഗിച്ചു. കൺവെൻഷനിൽ AR കുഞ്ഞുമോനെ കൺവീനറായി തെരഞ്ഞെടുത്തു. 20 അംഗ മുനിസിപ്പൽ കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ലൈവ് വാർത്ത പുനലൂർ. ചിതറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആടുകളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S മുരളീധരൻ നായർ ആടുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്കിന്ന് പാല് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആശ്രയിക്കണം, പച്ചക്കറി വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആശ്രയിക്കണം, കോഴിമുട്ട വേണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആശ്രയിക്കണം. ബാക്കി സാമ്പത്തികപരമായിട്ട് നമുക്ക് വളരെ അഭിവൃദ്ധിയുണ്ട്. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തിയോ? നമുക്കാവശ്യമായ പച്ചക്കറി നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടാക്കണം, നമുക്കാവശ്യമായ കോഴിമുട്ട നമ്മൾ ഉണ്ടാക്കണം, നമുക്കാവശ്യമായ പാല് നമ്മൾ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 4 വർഷക്കാലമായി നമ്മൾ ഈ പഞ്ചായത്തിൽ മാത്രമായി ഒരു 1000-ൽ പരം ആടിനെയും ഒരു 250-ൽ പരം പശുവിനെയും ഒരു മിക്കവാറും എല്ലാ വീടുകളിലും കോഴിയും എത്തിച്ചു.
ചിതറ ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണം 2014-2015 പദ്ധതി പ്രകാരമാണ് വളവുപച്ച വാർഡിൽ ആടുകളെ വിതരണം ചെയ്തത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടിയ ആടുകളെയാണ് വിതരണം ചെയ്തത്. ആവശ്യമായ പാൽ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ചിതറ ഗ്രാമപഞ്ചായത്തിനെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തലവരമ്പ് അൻസർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ പേഴുമൂട് സണ്ണി സ്വാഗതം പറഞ്ഞു. വെറ്റിനറി സർജൻ ഡോക്ടർ M.A. നിസാം ചടങ്ങിൽ സന്നിഹിതനായി. ലൈവ് വാർത്ത കടക്കൽ. തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റയും ധാതുമിശ്രിത ലവണവും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് ഉദ്ഘാടനം ചെയ്തു. കാലിത്തീറ്റ എന്ന സ്കീമിൽ ഉൾപ്പെടുത്തി വിലമരുന്ന് ധാതുലവണം എല്ലാം കൂടി ചേർത്ത് കാലിത്തീറ്റയും കൂടി ചേർത്ത് ഇന്ന് അവർക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും കാലിത്തീറ്റ ഇറക്കി കൊടുക്കുന്നതിന് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വർഷം നമ്മുടെ കൃഷിഭവന്റെ വെറ്ററിനറി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മനോജ് സാറിന്റെ നേതൃത്വത്തിൽ തലവൂർ ഗ്രാമപഞ്ചായത്തിനെ പദ്ധതി നടപ്പിലാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ 275 ക്ഷീര കർഷകർക്കാണ് കാലിത്തീറ്റയും ധാതുമിശ്രിത ലവണവും വിതരണം ചെയ്തത്. അമ്പലനിരപ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ ചേർന്ന കർഷകരുടെ സമ്മേളനത്തിലാണ് കാലിത്തീറ്റ വിതരണം സംഘടിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് TM ബിജു, R രജില, സേവ്യർ കടകംപള്ളി, മേഴ്സി ജോൺ, അമ്പിളി ദാസപ്പൻ, റാണി, വെറ്റിനറി ഡോക്ടർ മനോജ് ജോൺസൺ, ലളിത എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. പുന്നല ശ്രീനീലകണ്ഠപുരം ശിവക്ഷേത്രത്തിൽ പുതുതായി പണി കഴിപ്പിച്ച തിടപ്പള്ളിയുടെ സമർപ്പണം ക്ഷേത്ര മേൽശാന്തി മഹാദേവൻ നമ്പൂതിരി നിർവഹിച്ചു. പ്രശസ്ത വാസ്തുശാസ്ത്രജ്ഞൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിലാണ് തിടപ്പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന തിടപ്പള്ളി സമർപ്പണ ചടങ്ങിൽ ക്ഷേത്ര ഭാരവാഹികളും ഭക്തജനങ്ങളും സാക്ഷ്യം വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ബിജു തുണ്ടിൽ, ദേവസ്വം ഓഫീസർ ശശിധരൻ പിള്ള, കരാറുകാരൻ ബിന്ദുലാൽ, ക്ഷേത്ര ഭാരവാഹികളായ K. രാധാകൃഷ്ണൻ, P. ശ്രീജിത്ത്, R. ഗോപാലൻ, ജയചന്ദ്രൻ നായർ, മുരളീധരൻ പിള്ള, സുനിൽകുമാർ, സുഷമാകുമാരി, അനിതാകുമാരി എന്നിവർ നേതൃത്വം നൽകി. ലൈവ് വാർത്ത പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഹൈദരാബാദിൽ അഭിഭാഷകനെ പോലീസ് ഉദ്യോഗസ്ഥർ വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധിച്ച് പുനലൂരിലും അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. ബഹിഷ്കരണം ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം. നിയമസഭയിൽ വനിതാ MLA-മാർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം വ്യാപകം. പുനലൂരിൽ ഇടതു വനിതാ സംഘടനാ പ്രവർത്തകരുടെ പ്രകടനം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനമിടിച്ച് ഇടത്തറ സ്വദേശിനിയുടെ വലതുകൈ അറ്റു. അപകടം പത്തനാപുരത്ത്. ആര്യങ്കാവ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണിയുടെ രാപ്പകൽ സമരം 24-25 തീയതികളിൽ. സമരത്തിന് മുന്നോടിയായി നടന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.